റജി ലൂക്കോസിലേക്ക്, ഇടതുപക്ഷ നിരീക്ഷകൻ കൂടിയായ റജി ലൂക്കോസിലേക്ക് കൂടി പോവുകയാണ്. റജി ലൂക്കോസ്, എന്താണ് പാർട്ടിയുമായി ബന്ധപ്പെട്ട CPIM-മായി ബന്ധപ്പെട്ട സമ്മേളനങ്ങളെ പൊതുസമൂഹം നോക്കിക്കാണുന്നതും മാധ്യമങ്ങൾ നോക്കിക്കാണുന്നതും തമ്മിലുള്ള വ്യത്യാസ രീതിയെ സംബന്ധിച്ച് നമുക്കറിയാം. കാരണം കൊല്ലത്ത് തന്നെ ഈ സമ്മേളനത്തിൻ്റെ വിവിധ പതാക ജാഥകളും കൊടിമര ജാഥയും ദീപശിഖ ജാഥയും ഒക്കെ വരുമ്പോഴുള്ള ജനങ്ങളുടെ CPIM-നെയും CPIM-ൻ്റെ അഭ്യുദയകാംക്ഷികളുടെയും ഒക്കെ സമീപനം പക്ഷേ മാധ്യമങ്ങളിൽ പ്രതിഫലിക്കുന്ന എപ്പോഴും വിവാദാധിഷ്ഠിതമായ ഒരു കോണാണ്. അതിലുള്ള വിമർശനമാണ് PV കുട്ടനോട് M സ്വരാജ് അർപ്പിച്ചത്. എങ്ങനെയാണ് താങ്കൾ കാണുന്നതിനെ? അജിംഷാദ്, കേരളത്തിലെ ജനങ്ങള് ഏറ്റവും പ്രതീക്ഷയോടെ കാണുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPIM എന്ന് പറയുന്നത്. ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ 3 വർഷം കൂടുന്ന സംസ്ഥാന സമ്മേളനം പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ വർഷം കണ്ണൂരായിരുന്നു. ഞാനവിടെ പ്രതിനിധി അല്ലെങ്കിലും അത് 2 ദിവസം അവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പൊ അത് കേരളത്തിലെ പൊതുസമൂഹത്തിനെ പോലെ ഇതുപോലെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ജനങ്ങളുമായിട്ട് ഇടപെട്ട് ഇത്രയ്ക്കും ജനങ്ങളുടെ ആവേശം കൊള്ളിക്കുന്ന ഒരു സംസ്ഥാന സമ്മേളനം കേരളത്തിൽ വേറൊരു പാർട്ടിക്കും ഇല്ല. മറ്റൊരു പാർട്ടിക്ക് ഇങ്ങനെ ഒരു സംസ്ഥാന സമ്മേളനം നടത്താനുള്ള കഴിവുമില്ല. നമുക്കറിയാം, കോൺഗ്രസ് പാർട്ടി അവിടെ സംസ്ഥാന സമ്മേളനം നടത്തിയിട്ട് 38 വർഷമായി. അപ്പൊ ഇവിടുത്തെ മാധ്യമങ്ങളുടെ വിമർശനമാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുമ്പോൾ. ഇവിടുത്തെ മാധ്യമങ്ങളെ സംബന്ധിച്ചോളം അവർ പരിഭ്രാന്തരായിരിക്കുന്നു. കാരണം കേരളത്തിൽ CPIM-നുള്ളിൽ നിന്ന് എന്തെങ്കിലും പുക വീരുന്നുണ്ടോ എന്നറിയാൻ കണ്ണിൽ എണ്ണയൊഴിച്ചിരിക്കുന്ന മാധ്യമങ്ങൾക്ക് CPIM-നെ പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഉള്ളിൽ പ്രതിനിധി സമ്മേളനത്തിൽ എന്താണ് നടക്കണമെന്ന് പുറത്തറിയാനായിട്ട് യാതൊരു മാർഗവുമില്ല. അതറിയാനുള്ള ഏക മാർഗം സംസ്ഥാന സെക്രട്ടറി നടത്തുന്ന പത്രസമ്മേളനത്തിനോട് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സാങ്കല്പിക കഥകളാണ്. ഇപ്പൊ അവർക്കിപ്പോൾ അത്യാവശ്യം റീച്ച് കിട്ടാൻ, കേരളത്തിൽ വലിയ വാർത്തകളൊന്നും ഇല്ലാണ്ട് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് CPIM വിഭാഗീയത ഉണ്ടല്ലോ, CPIM ചില സഖാക്കളുടെ മുതിർന്ന നേതാക്കളുടെ പേര് പറഞ്ഞുകൊണ്ട് അവരെ ശാസിച്ചു അല്ലെങ്കിൽ ചിലരെ പുകഴ്ത്തി എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ ചമയ്ക്കുന്നതെല്ലാം ഇവരുടെ സാങ്കല്പിക സൃഷ്ടി മാത്രമാണ്. അത് ജനങ്ങൾ 1% പോലും ബാധിക്കത്തില്ല. എനിക്കറിയാം, നമ്മുടെ നാട്ടിൽ, ഞങ്ങളുടെയൊക്കെ നാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്റെ നാട് കോട്ടയം ജില്ലയാണ്. എന്റെയൊക്കെ നാട് എന്ന് പറഞ്ഞാൽ CPIM-ന് ഇതിനു മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാളും വലിയ സ്വാധീനം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. കാരണം ജനങ്ങളുടെ മനസ്സിൽ ജനങ്ങൾക്കുള്ള ഒരു വികാരം പ്രത്യേകിച്ച് കഴിഞ്ഞ 9 വർഷമായിട്ട് കേരളത്തിൽ ഈ സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, സേവനങ്ങൾ, കരുതൽ, കൈത്താങ്ങലുകൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക്, മറ്റൊരു ഗവൺമെന്റിന് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എന്നൊരു ബോധം കേരളത്തിലെ ജനങ്ങളിൽ രൂഢമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെയൊക്കെ നാടുകളിൽ അത് കേരളം മുഴുവനുള്ള ഒരു പ്രതിഫലനമാണ്. മാത്രമല്ല ഈ പ്രചരിക്കുന്ന കാര്യങ്ങൾ മുമ്പൊക്കെ പല ഘട്ടങ്ങളിലും ഇത്തരത്തിൽ വാർത്തകൾ നൽകുകയും ഘടകവിരുദ്ധമായ വസ്തുതയായിരുന്നിട്ട് പോലും പല വിധത്തിലും വാർത്തകൾ നൽകുകയും അതൊക്കെ മിനിറ്റുകൾ കൊണ്ട്, മണിക്കൂറുകൾ കൊണ്ട്, അല്ലെങ്കിൽ ദിവസം കൊണ്ടൊക്കെ പൊളിഞ്ഞു വീഴുന്നത് നാം കണ്ടിട്ടുണ്ട് മുമ്പ് പല കാലങ്ങളിലും, സമ്മേളനത്തിൻ്റെ കാലഘട്ടങ്ങളിൽ. പക്ഷേ ഇപ്പോൾ നോക്കൂ, എല്ലാ ദിവസവും, അത് എല്ലാ ഘട്ടങ്ങളിലും ഉള്ളതാണെങ്കിൽ പോലും എല്ലാ ദിവസവും ഓരോ ദിവസത്തെ പാർട്ടിയുടെ പ്രക്രിയകൾക്ക് ശേഷം അതൊക്കെ പൊതുജനങ്ങളോട് വിശദീകരിക്കുന്ന ഒരു നടപടി വാർത്താ സമ്മേളനത്തിലൂടെ MV ഗോവിന്ദൻ മാസ്റ്റർ നടത്തുന്നുണ്ട്. അതായത് CPIM സംസ്ഥാന സെക്രട്ടറി നടത്തുന്നുണ്ട്. എന്നിട്ടും ഇന്നലെ വന്ന ഒരു വാർത്ത കേരളത്തിലെ ഒരു പ്രത്യേക പാർട്ടിയുമായി അടുക്കാൻ ശ്രമിക്കുന്നു എന്നത് പക്ഷേ നേരെ ഘടകവിരുദ്ധമായി അവരിലുണ്ടാകുന്ന സാമുദായിക സ്വഭാവമുള്ള പാർട്ടിയിലുണ്ടാകുന്ന തീവ്ര വർഗീയ കക്ഷികളുമായുള്ള ചേരിതിരിവ്, തീവ്ര വർഗീയ കക്ഷികളുമായുള്ള അടുപ്പം, ആ അടുപ്പത്തെ എങ്ങനെയാണ് രാഷ്ട്രീയമായി പ്രതിരോധിക്കേണ്ടത്, ആ ഒരു ന്യൂനപക്ഷ വിഭാഗത്തെ സംഘപരിവാറും മറ്റൊരു ന്യൂനപക്ഷ വിഭാഗത്തെ ഈ തീവ്ര വിഭാഗവും കൊണ്ടുപോയി കുഴിയിൽപ്പെടുത്തുന്നത് എങ്ങനെയാണ്, അവരെ അതിൽ നിന്ന് എങ്ങനെയാണ് രക്ഷിക്കേണ്ടത്, ഇങ്ങനെയുള്ള ക്രിയാത്മക ചർച്ചയാണ് അവിടെ നടന്നത് ഇന്നലെ. പക്ഷേ മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്ത ആ പാർട്ടിയുമായി യോജിക്കാൻ തീരുമാനിക്കുന്നത് എന്നുള്ളതാണ്. അതേ സംബന്ധിച്ച് സ്വരാജ് എന്ന് പറഞ്ഞു, മുസ്ലിം ലീഗിൻ്റെ കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. തീർച്ചയായിട്ടും അത് വാസ്തവപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ വാർത്ത ഞാനും ശ്രദ്ധിച്ചിരുന്നു. ലീഗുമായിട്ട് മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ ലീഗിനെ കുറിച്ച് പറഞ്ഞ 2 വാക്കുകൾ ഇവർ വ്യാഖ്യാനിച്ചനുസരിച്ച് ദുർവ്യാഖ്യാനം ചെയ്യുന്ന, കാരണം ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോടൊപ്പം നിൽക്കുന്നവർ ചിന്തിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചതോടെ വളരെ വാസ്തവമാണ്. കാരണം അവരിൽ ആ വിഭാഗത്തിൽപ്പെട്ട, ആ പാർട്ടിയുടെ അനുഭവമുള്ള അവരുടെ അനുയായികളായിട്ടുള്ളവരിലൊക്കെ ഒരു ഇടതുപക്ഷ ആണ് ശരിയെന്നുള്ളൊരു ധാരണ മൊത്തത്തിൽ വന്നിട്ടുണ്ട്. കാരണം കൃത്യമായ നിലപാടുകൾ വർഗീയവാദികളോടും വിഘടനവാദികളോടും കൃത്യമായ ഇതിൽ ഏറ്റുമുട്ടിയാൽ ശരിയല്ല എന്ന് പറയാൻ തന്നടം കാണിച്ച കേരളത്തിലെ ഏക രാഷ്ട്രീയ നേതാവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതുപോലെ തന്നെ CPIM. അത് കഴിഞ്ഞ പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് മുതൽ തന്നെ അത്തരം കാര്യങ്ങൾ കേരളത്തിലെ വാർത്താമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ലീഗുമായിട്ട് അടുക്കുന്ന CPIM എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് അവരുടെ എന്തോ നഷ്ടബോധം കൊണ്ട്, കാരണം അവർ ഇത്രയും കാലം കിണഞ്ഞു ശ്രമിച്ചിട്ട് ഈ പാർട്ടിക്ക് ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ പറ്റാതെ കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മതനിരപേക്ഷ കക്ഷികളുമായിട്ട്, ആ മനസ്സുള്ളവരുമായിട്ട് ഒന്നിച്ചു നിന്ന് കേരളത്തിന്റെ മതേതര മുഖത്തെ കൃത്യം സ്ട്രോങ് ആയിട്ട് സംരക്ഷിക്കുന്നതിൽ CPIM കാണിക്കുന്ന ഏറ്റവും വലിയൊരു ജനകീയ പ്രതിരോധമുണ്ട്. അതിൽ ഭയന്നിട്ട് കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളെ ചമയ്ക്കുന്ന
വാർത്തകൾ മാത്രമല്ല, എനിക്ക് വളരെ വ്യക്തമായിട്ട് കാര്യം ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറയാം. ഞാൻ കോട്ടയം ജില്ലാ സമ്മേളന പ്രതിനിധിയായി ആ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്ത് എന്റെ പിറ്റേ ദിവസം രാവിലെ ഓരോ ദിവസത്തിന്റെയും അടുത്ത ദിവസം രാവിലെ കേരളത്തിലെ ചില മാധ്യമങ്ങൾ കൊടുക്കുന്ന റിപ്പോർട്ട് കേട്ടാൽ ആ സമ്മേളന പ്രതിനിധിയെ എനിക്ക് ഒരു ചിരി വന്നിട്ടുണ്ട്. അതിനകത്ത് ആ സമ്മേളനത്തിന് ഒരു വരി പോലും അവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം അതാണ് CPM-ന്റെ ജില്ലാ സമ്മേളനങ്ങൾ. ഇങ്ങനെ താഴെ ബ്രാഞ്ച് സമ്മേളനം മുതൽ പാർട്ടി കോൺഗ്രസ് വരെ അതിൽ നിന്ന് പുറത്തു വരുന്ന ഒരു ചെറിയ ശബ്ദം പോലും ആർക്കും ശ്രമിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് കെട്ടപ്പോടുകൂടി അച്ചടക്കത്തോട് നടക്കുന്ന അടച്ചിട്ട ആളുകൾ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അപ്പൊ അത് ഇവരുടെ സങ്കല്പമാണ്. അവരുടെ മാധ്യമ പ്രവർത്തകരുടെ വായിൽ വരുന്നത് അവരുടെ ആശയങ്ങൾ അനുസരിച്ച് അവരത് മാധ്യമങ്ങളോട് വിടുന്നു. പക്ഷെ ഇത് കാലങ്ങളായിട്ട് നടക്കുന്ന ഒരു കലാപരിപാടിയാണ്. അതിനെ നമ്മൾ അത്രയ്ക്ക് ഗൗരവത്തിൽ കണ്ടാൽ മതി. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം ലീഗിനെ കുറിച്ച് പറഞ്ഞത് ഞാനും വായിച്ചപ്പോൾ ചിരിച്ചു പോയി. കാരണം മുസ്ലിം ലീഗിലെ അണികളിൽ വലിയ ചോർച്ച ഉണ്ടായിട്ടുണ്ട്, ഒരു സംശയമില്ല കാര്യത്തിൽ. മുസ്ലിം ലീഗിലെ അണികളിൽ ഭൂരിപക്ഷവും ഒരു മതേതര ചിന്താഗതിക്കാരാണ്. അതിൽ ചെറിയൊരു പക്ഷം ആണ് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി, SDPI പോലുള്ളവരെ ന്യായീകരിക്കുന്നത്. ഇപ്പം പാലക്കാട് ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്നൊരു വാക്കുണ്ട്. കേരളം വളരെ വിമർശനപരമായിട്ട് കേട്ടോ. അദ്ദേഹം പറഞ്ഞെന്താ SDPI അതുപോലെ ജമാഅത്ത് ഇസ്ലാമി അദ്ദേഹം ന്യായീകരിച്ചു. അതിന് കൊടുത്ത് മറുപടി ആരാന്നറിയോ? കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ചങ്കുരുത്തരോട് അതിന് മറുപടി കൊടുത്തത്. സാദിഖ് അലി ഇനി മതേതരം പറയണ്ടെന്ന് പറഞ്ഞു. ആ തന്റെ കാണിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെ ആ പാർട്ടിയിലെ ബഹുഭൂരിഷ ആൾക്കാർക്ക് താല്പര്യമാണ്, CPM-നെ താല്പര്യമാണ്. കാരണം അവരിലെ മതേതരവാദികൾ CPM-നോട് അടുക്കുന്നു എന്നുള്ളൊരു വലിയ വ്യത്യാസമാണ്, വലിയൊരു യാഥാർത്ഥ്യം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അജിംഷാ നോക്കിക്കോളൂ, മലപ്പുറം ജില്ലയിൽ ഇതുവരെ ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു സീറ്റിന്റെ കാര്യത്തിൽ CPM ഇടതുപക്ഷ സ്ഥാനാർത്ഥികളിലും ഒരു മുന്നേറ്റം ഉണ്ടാകും വിജയിക്കുന്ന കാര്യത്തിൽ, ഒരു സംശയമില്ല കാര്യത്തിൽ. അതിൽ ഭയപ്പെടുന്ന വലതുപക്ഷ മാധ്യമങ്ങളും ഈ പറയുന്ന UDF-നെ പിന്തുണയ്ക്കുന്നവരും കെട്ടിച്ചമക്കുന്ന വാർത്തകൾ. ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്, കാര്യങ്ങൾ വിശദമാക്കിയതിന് ശ്രീ റജി ലൂക്കോസ്.